ഒരു ബിഗിനറായിട്ടുള്ള ഡെവലപ്പർ വരുത്തുന്ന മേജറായിട്ടുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെ നിങ്ങൾക്കറിയാമോ? അല്ല, മെയിനായിട്ട് വരുന്ന കാര്യം, ഇവർ യൂട്യൂബ് വീഡിയോസ് കണ്ടമാനം കാണും, ഒരുപാട് യൂട്യൂബ് വീഡിയോ കാണും. ഇതൊന്നും പ്രാക്ടിക്കലി കോഡ് എഴുതില്ല. നമ്മളൊരു 4 ലൈനാണ് യൂട്യൂബ് വീഡിയോയിൽ കാണുന്നതെന്ന് കോഡാണ് കണ്ടിട്ടുള്ളൂ എങ്കിലും അത് പ്രാക്ടിക്കലി എഴുതി നോക്കണം. എഴുതി നോക്കിയാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ നമ്മളെ മനസ്സിലത് കയറുക, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവും കൂടുതലായിട്ട്. മറ്റേതൊരു സിനിമ കാണുന്ന ഒരു ലാഘവത്തോടെ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് വലിയൊരു കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് പിന്നെ ഒരുപാട് കോഡിലോട്ട് പോവാം. ആദ്യം കുറച്ചെണ്ണം പഠിക്കും, പിന്നെ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും. ഒരു റോഡ് മാപ്പോ ഒരു കറക്റ്റ് ഒരു പാത്തോ ഒന്നുമില്ലാതെ കാണുന്നതൊക്കെ പഠിക്കാമെന്നില്ല. ആ ഹാബിറ്റ് മോശമാണ്. ഏതെങ്കിലും ഒരു ട്രാക്ക് പിടിക്കുക, ആ ട്രാക്ക് ക്ലിയർ ആക്കുക, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആഡ് ഓൺ ആയിട്ട് പറ്റുകയും ചെയ്യാം. അത് കുഴപ്പമുള്ള കേസല്ല. അങ്ങനെ ചെയ്യുക. എന്നിട്ട് നല്ല ഇത് ആ ചെയ്തതിൻ്റെ ശേഷം ഒരു കറക്റ്റ് ഒരു പാത്ത് കണ്ടെത്തുക, അതിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞിട്ട് നല്ല പ്രോജക്റ്റുകൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്കൊരു പെട്ടെന്ന് നല്ലൊരു ഡെവലപ്പറായി മാറാൻ പറ്റുക. ഇത് പരത്തിയൊക്കെ പാടെ അത് കുറേ പഠിക്കുക, ഇത് കുറേ പഠിക്കുക, എന്നിട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ അതും ഇതും ഇല്ലാത്ത കോലത്തിൽ വരിക. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളും പിന്നെ കോഡിങ് ടഫായിട്ട് തോന്നുക, അങ്ങനെയുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രശ്നം വരും, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഭാഗത്ത് ബ്ലോക്ക് ആവുക, എന്തെങ്കിലും കാര്യത്തിലൊരു പ്രശ്നങ്ങൾ സ്റ്റക്കായി വരിക, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഇട്ടേച്ച് പോവുക. ഇതൊരു ബിഗിനേഴ്സിൻ്റെ ഇടയിൽ കാണുന്ന ഒരു പ്രശ്നമാണ്. ഈ പരിപാടി നടക്കില്ല, അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഇട്ടേച്ച് പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം നമുക്ക് മൊത്തം ഈ കോഡിങ് തന്നെ ഒരു ഇഷ്ടമല്ലാത്ത രീതിയിൽ വരും. അപ്പോൾ ഇതിനൊരു കറക്റ്റ് പാത്ത് എടുക്കുക, എന്നിട്ട് ആ ഭാഗങ്ങൾ, അതിപ്പോൾ വെബ് ഡെവലപ്മെൻ്റ് ആണ്, പ്രത്യേകിച്ച് മെയിൻ സ്റ്റാക്സ് ഒക്കെ എടുക്കണമെങ്കിൽ ഫസ്റ്റ് HTML CSS തുടങ്ങണം. അത് തുടങ്ങാതെ നേരെ റിയാക്റ്റിലോട്ട് ചെന്നിട്ട് അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ചെന്ന് ചാടിയിട്ട് കാര്യമില്ല. അപ്പോൾ അത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് സിങ്കായി കിട്ടില്ല, നാളെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ HTML തുടങ്ങുക, CSS തുടങ്ങുക, ജാവാസ്ക്രിപ്റ്റ്, ഇങ്ങനെ ഘട്ടമായിട്ട് പോയാൽ നമുക്ക് എവിടെയും കാര്യമായിട്ട് കോഡ് ബ്ലോക്കോ കാര്യങ്ങളോ വരില്ല, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എന്നിട്ടൊക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് നല്ല പ്രോജക്റ്റ് ചെയ്യാം.